ഒരുങ്ങിയിരുന്നോളൂ എന്നാണ് അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. 11 ദിവസമായി നിർത്താതെ തങ്ങളെ ആക്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് തങ്ങൾ എന്തിനും തയ്യാറാണ് എന്നും പുതിയ ആക്രമണങ്ങൾക്കായി കാത്തിരിക്കാനുമുള്ള മുന്നറിയിപ്പാണ്. 11 ദിവസത്തെ ആക്രമണത്തിന് തിരിച്ചടിയായി കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള യുഎസിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ താക്കീത്. ഇപ്പോൾ നേരിട്ടതിനേക്കാൾ ശക്തമായ തിരിച്ചടികൾ കാത്തിരിക്കുന്നുണ്ട് എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് വലിയൊരു സൂചനയാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. കാരണം ഇറാന്റെ രഹസ്യ ആയുധങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന പിക്കാക്സ് മൗണ്ടൻ ഇതുവരെ അമേരിക്കയ്ക്ക് സ്പർശിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഇതേക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തതാണ്. ഇറാന്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പും വിരൽ ചൂണ്ടുന്നത് അവരുടെ രഹസ്യ ആയുധ ശേഖരത്തിലേക്കാണ്. മുൻപ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങളുടെ രഹസ്യ മിസൈൽ ശേഖരത്തിൻ്റെ വീഡിയോ സഹിതം ഇറാൻ സൈന്യം പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആ സംഭവവുമായി ഇപ്പോഴത്തെ ഇറാന്റെ മുന്നറിയിപ്പിനെ കൂട്ടിക്കുഴയ്ക്കുന്നുമുണ്ട് ചില അന്താരാഷ്ട്ര വിദഗ്ധർ. കഴിഞ്ഞ ദിവസം കുവൈറ്റിലെയും ബഹ്റൈനിലെയും യുഎസിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചതായി IRGC അവകാശപ്പെട്ടിരുന്നു. ബഹ്റൈനിലെ 2 വ്യത്യസ്ത ഔട്ട്പോസ്റ്റുകളിലെ 2 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒരു റഡാർ നിലയവും കുവൈറ്റിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും സാറ്റലൈറ്റ് റിസപ്ഷൻ സിസ്റ്റങ്ങളുമാണ് ലക്ഷ്യമിട്ടത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം കടുപ്പിക്കുമെന്ന തരത്തിൽ ഒരു പ്രസ്താവനയും ഇറാൻ പുറത്തിറക്കിയത്. ഇതിലും നിർണായകവും ശക്തവുമായ ഡ്രോൺ മിസൈൽ ആക്രമണ പരമ്പരകൾക്കായി തയ്യാറെടുക്കാനുള്ള ആഹ്വാനമാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് ഇറാൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും തിരിച്ചടി എന്ന കാര്യത്തിൽ ഇറാൻ വ്യക്തത വരുത്തുന്നില്ല എങ്കിലും ഗൾഫ് മേഖലയിലെ US താവളങ്ങൾ തന്നെയായിരിക്കും ലക്ഷ്യമിടുക എന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ ഉടനീളം അമേരിക്കൻ താൽപ്പര്യങ്ങൾ ലക്ഷ്യമിടും എന്ന പ്രസ്താവന വിരൽ ചൂണ്ടുന്നത് ഗൾഫ് മേഖലയിലെ US താവളങ്ങളിലേക്കാണ്. അതോടൊപ്പം ഇറാന്റെ മണ്ണിൽ അമേരിക്ക അവരുടെ വൃത്തികെട്ട കാലുകുത്തിയാൽ ആക്രമിക്കാൻ ദശലക്ഷക്കണക്കിന് ഇറാനികൾ തയ്യാറാണ് എന്നും ഇറാൻ സൈനിക മേധാവി അമീർ ഹത്താമി US സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് കരയുദ്ധത്തിലേക്കും ഇറാൻ പ്രവേശിക്കുമോ എന്ന ആശങ്ക ശക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ പാലിച്ചുകൊണ്ട് അമേരിക്ക മുന്നോട്ടു പോകില്ല എന്ന് തങ്ങൾക്ക് ഉറപ്പായിരുന്നുവെന്നും അമീർ ഹത്താമി പറയുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മറ്റ് സെൻസിറ്റീവ് കേന്ദ്രങ്ങളും ആക്രമിക്കാൻ പദ്ധതിയുണ്ട് എന്ന അമേരിക്കയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രസ്താവന വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടയിൽ തന്നെ സൗദിയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതും കൂടി പറഞ്ഞു പോകണം. സൗദി അറേബ്യയുടെ സിവിൽ ആണവ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്ന ഒരു നിർണായക കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകി എന്നതാണ് ആ വാർത്ത. ടെഹ്റാന്റെ ആണവായുധ ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ശക്തമായ സൈനിക നീക്കങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെയാണ് ട്രംപിന്റെ ഈ നിർണായക പ്രഖ്യാപനം. വാൾസ്ട്രീറ്റ് ജേണലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസോ റിയാദിലെ സൗദി അധികൃതരോ തയ്യാറായിട്ടുമില്ല. 30 വർഷത്തെ ദീർഘകാല സിവിൽ ആണവ സഹകരണ കരാറിലാണ് അമേരിക്കയും സൗദി അറേബ്യയും ഒപ്പുവെക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തുന്ന പഠനത്തിന് ശേഷം അനുയോജ്യമെന്ന് കണ്ടാൽ സൗദി അറേബ്യയിൽ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് നിർമ്മിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് കരാർ അനുമതി നൽകും. വരും ദിവസങ്ങളിൽ അമേരിക്കൻ കോൺഗ്രസിന് മുൻപാകെ ഇളവുകളോടെ കരാർ സമർപ്പിക്കുമെങ്കിലും കരാർ പ്രാബല്യത്തിൽ വരാൻ കോൺഗ്രസിന്റെ മുൻകൂറായുള്ള പ്രത്യേക അനുമതി നിർബന്ധമില്ല. മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് നയതന്ത്ര പ്രാധാന്യമുള്ള ഈ ഒരു നീക്കം എന്നതും എടുത്തു പറയേണ്ടതാണ്. ആണവായുധ നിർമ്മാണം ഉദ്ദേശിക്കുന്നില്ല എന്നും ഇതിനായി ഏത് നിയന്ത്രണ കരാറിലും ഒപ്പുവെക്കാൻ സന്നദ്ധമാണ് എന്നുമായിരുന്നു ഇറാൻ ആവർത്തിച്ചിരുന്നത്. പ്രത്യക്ഷമായി പരാശ്രയമില്ലാതെയാണ് ഇറാൻ ആണവ സാങ്കേതികവിദ്യ കൈവരിച്ചതും. എന്നിട്ടും ആണവ വിഷയത്തിൽ ഇറാനെ ആക്രമിക്കുന്ന അതേ അമേരിക്ക തന്നെയാണ് ഇപ്പോൾ സൗദിയിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്നത്. ഇപ്പോൾ അമേരിക്ക ആസ്ഥാനമായുള്ള ആണവ കമ്പനികൾക്കാണ് സൗദിയിൽ അവസരം തുറന്നു നൽകുക എന്നാണ് റിപ്പോർട്ടുകൾ. സൗദിയുടെ ആണവ പദ്ധതികൾ വികസിപ്പിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും പ്രമുഖ US കമ്പനികൾ സജീവമായി പങ്കാളികളാകും എന്ന വ്യവസ്ഥയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വകാര്യ പങ്കാളിത്തമുള്ള ആണവ മേഖലയുള്ളത് അമേരിക്കയിലാണ്. ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം കരാർ അന്തിമമാകും. ഇതോടെ സൗദി അറേബ്യയിൽ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള കരാറിലേക്ക് US കോർപ്പറേറ്റുകൾക്ക് എളുപ്പം പ്രവേശിക്കാനുമാകും. അമേരിക്കയുടെ 1954 ആറ്റോമിക് എനർജി ആക്ട് സെക്ഷൻ
123 പ്രകാരം മറ്റ് രാജ്യങ്ങൾക്ക് ആണവ സാങ്കേതിക വിദ്യയോ റിയാക്ടറുകളോ ഇന്ധനമോ കൈമാറണം എങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും അംഗീകാരമുള്ള ഒരു നിയമപരമായ കരാർ നിർബന്ധമാണ്. സൗദിയുമായി അമേരിക്കൻ സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുന്ന ആണവ കരാറിലെത്താൻ ഡൊണാൾഡ് ട്രംപും മുൻ പ്രസിഡന്റ് ജോ ബൈഡനും മുൻപും ശ്രമങ്ങൾ നടത്തിയിരുന്നതാണ്. സൗദിയിൽ യുറേനിയം സമ്പുഷ്ടീകരണ അനുമതി നൽകുന്നത് ഭാവിയിൽ ആണവായുധ പദ്ധതികളിലേക്ക് വഴിമാറിയേക്കാമെന്ന് ആണവ വ്യാപന വിരുദ്ധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. എന്നിട്ടും അമേരിക്ക സൗദിയുമായി ഈ കരാറുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇനി വീണ്ടും ഇറാനിലേക്ക് വന്നാൽ, ഇറാന്റെ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മറുപടിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഓരോ തവണയും ഇറാൻ ഒരു അമേരിക്കൻ സൈനികനെ കൊല്ലുമ്പോൾ ആ കൊലപാതകത്തിന് അവർ പല മടങ്ങ് വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് ഇന്നലെ ഭീഷണി മുഴക്കിയത്. ഈ ഭീഷണിക്ക് തൊട്ടുപിന്നാലെ ഇന്നലെ രാത്രി വീണ്ടും ഇറാന്റെ മണ്ണിൽ വ്യാപകമായ വ്യോമാക്രമണങ്ങൾ നടത്തിയതായി US സെൻട്രൽ കമാൻഡും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇറാനിൽ 11 ദിവസമായി തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നത്. തലസ്ഥാന നഗരമായ ടെഹ്റാൻ, തെക്കൻ ഇറാനിലെ ബുഷർ, സിരിക്ക് എന്നിവിടങ്ങളിലെല്ലാം സ്ഫോടനങ്ങളുണ്ടായി. ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ ബെഹ്ബഹാൻ, ഉമിദിയഹ് നഗരങ്ങൾക്ക് സമീപവും US മിസൈൽ ആക്രമണമുണ്ടായതായി ഡെപ്യൂട്ടി ഗവർണർ അറിയിച്ചിട്ടുണ്ട്. തബ്രിസ് നഗരാതിർത്തിയിലെ ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. നഗരത്തിനുള്ളിൽ ആക്രമണങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് എങ്കിലും സമീപകാല ആക്രമണങ്ങൾ കൂടുതലും തെക്കൻ ഇറാനിലും ഹോർമൂസ് കടലിടുക്ക് മേഖലയിലുമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. ഇസ്ഫഹാനിലെ മധ്യപ്രവിശ്യയിലെ ഒരു പർവ്വതത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇറാനിയൻ ആണവ കേന്ദ്രമായ പിക്കാക്സ് മൗണ്ടൻ ആക്രമിക്കുമെന്ന് അമേരിക്ക വീണ്ടും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. US സൈന്യം അത്തരമൊരു ഘട്ടത്തിലേക്ക് കടന്നാൽ പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തിൻ്റെ വികാസമായി ഇറാൻ അതിനെ കണക്കാക്കുമെന്നും USൻ്റെയും സഖ്യകക്ഷികളുടെയും പിന്തുണക്കാരുടെയും താൽപ്പര്യങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നുമാണ് ഇറാൻ ഇതിന് മറുപടി നൽകിയത്. ഇതിനിടയിൽ ഇറാൻ യുദ്ധത്തിൻ്റെ ചെലവുകളെക്കുറിച്ച് അമേരിക്കൻ സെനറ്റിലെ ഒരു ചർച്ചയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിനായി അമേരിക്കയ്ക്ക് ഇതുവരെ $37.5 ബില്യൺ ചെലവായിട്ടുണ്ട് എന്നും യുദ്ധം തുടരുന്നതിന് $67 ബില്യൺ കൂടി അധിക സഹായം ആവശ്യമുണ്ട് എന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് വ്യക്തമാക്കി. ഇന്ത്യൻ കറൻസിയിൽ കണക്കാക്കുകയാണ് എങ്കിൽ ഏകദേശം 3.1 ലക്ഷം കോടി രൂപ ചെലവായി എന്നാണ് കണക്ക്. യുദ്ധം കൊടുമ്പിരി കൊണ്ട മെയ് മാസം US പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം യുദ്ധച്ചെലവ് $29 ബില്യൺ ആയിരുന്നു. ഇതാണ് 2 മാസങ്ങൾക്കിപ്പുറം $37.5 ബില്യൺ ഉയർന്നിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങളും തകൃതിയാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ശത്രുത അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ മധ്യസ്ഥർ വഴി ശക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമനി ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയും സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രിയുമായും ഇറാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലിയാണ് ഇപ്പോഴും ഇറാൻ US തർക്കം. അതായത് തുടക്കം മുതലുണ്ടായിരുന്ന യുദ്ധലക്ഷ്യത്തിൻ്റെ നിലപാടിൽ നിന്ന് അമേരിക്ക എത്രയോ മുൻപേ മലക്കം മറിഞ്ഞുവെന്ന് സാരം.